ഹലോ ഗായ്സ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലെ രാത്രി താമസിച്ച് വന്നതുകൊണ്ട് രാവിലെ എണ്ണിട്ടില്ലായിരുന്നു. അതുകൊണ്ട് രാവിലെ എങ്ങും പോയില്ല. ഇപ്പോൾ ഉച്ചയായി ഗൈസ്. ഉച്ചയ്ക്ക് നമ്മളെല്ലാം ചോറിനാൻ പോവാണ് ഗൈസ്. ഹോട്ടലെത്തി ഗൈസ്. റാവിസ് ഹോട്ടൽ 3 സ്റ്റാർ ഹോട്ടലാണ് ഗൈസ്. റാവിസ് എന്നാണ് ഹോട്ടൽ ഗൈസ്. നമുക്ക് അകത്ത് കയറുക. ഇനി അകത്ത് കയറിയിട്ട് അപ്പോൾ ഗൈസ്, നമ്മളകത്ത് കയറിയിരിക്കുകയാണ്. ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചിട്ട് ഇനി എന്തൊക്കെ പരിപാടി എന്നറിയത്തില്ല. ഫുഡ് കഴിച്ചിട്ട് ബാക്കി നമുക്ക് അന്നേരം നോക്കാം. അപ്പോൾ ഗായ്സ്, ഞങ്ങൾക്ക് കഴിച്ചൊക്കെ കഴിഞ്ഞു. ഞങ്ങളപ്പോൾ അങ്ങോട്ട് ബുസുമാനിലോട്ട് ചുമ്മാ കയറിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഗായ്സ്. ജിബി കേട്ടോ, ഞാൻ നിങ്ങൾ പറയുമല്ല, ചിലപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടത് മുമ്പോട്ടാണ്. ഓക്കെ, ബുർജുമാൻ ഇതാടി കാസർഗോഡ് സ്റ്റോപ്പായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മളപ്പോൾ ബുർജുമാനിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ എസ്കലേറ്റർ ഉണ്ടോ? അല്ല, നമ്മൾ ചുമ്മാ ഒന്നും വാങ്ങിച്ചല്ല, ചുമ്മാ കറങ്ങി അടിച്ച് വെയിലൊക്കെ അല്ലേ, ഫാർമസി ഒക്കെ ഉണ്ട്. ഏസിക്കകത്തൊക്കെ കയറി ഇരുന്നിട്ട് ചുമ്മാ കറങ്ങി അടിച്ചിറങ്ങി പോകും. ഞാൻ ചുമ്മാ കറങ്ങി അടിച്ചു. അപ്പോൾ നമ്മളിതിൽ കയറാൻ പോകണം. ഇവർക്ക് ഇത് ആദ്യം ഭയങ്കര പേടിയാണ് എസ്കലേറ്റർ. പിന്നെ കയറിയപ്പോൾ ഇതില്ലാതെ ഇറങ്ങാനും പറ്റില്ല. അവൾക്ക് ഭയങ്കര മുട്ടുവേനയാണ് അവൾക്ക്. സ്റ്റെപ്പ് കയറാൻ പറ്റിയ സ്റ്റെപ്പ് കയറി അവർക്ക് കാല് കളിക്കും. ഇറങ്ങാൻ നമുക്ക് ഇഷ്ടം. ഇത് കാണുമ്പോൾ ചാടി ഓടി കയറി എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. ബുർജുമാനെ ശരിക്കും ഞാൻ കാര്യം വേണ്ട. ബുർജുമാനകത്ത് ഇങ്ങനൊരു കടകളാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തോ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ അറിയത്തില്ല. പിന്നെ എനിക്കെല്ലാം അറിയാമെന്നൊരു കാര്യം. ദുബായ് മോൾ പോലെ തന്നെ ഉണ്ട്. ഇവിടെ ചിലപ്പോൾ വൈഫൈ ആകുമ്പോൾ കടയൊക്കെ കണ്ടോ. ബുദ്ധിമല്ല കടന്ന് ഞങ്ങൾ വീട്ടിലുണ്ട്. കയറണമെന്ന് വിചാരിക്കുന്നു. പറ്റുവാണെങ്കിൽ കയറും, ഇല്ലെങ്കിൽ കയറില്ല. ഇപ്പോൾ ഇതേണ്ട നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ എസ്കലേറ്ററിൽ കയറാൻ പോണേ. വേണ്ട, അവർ കയറി, ഞാൻ കയറാൻ പോവുകയാണ്. കയറി അതിങ്ങനെ കഥയൊക്കെ പറയും. നമ്മളങ്ങോട്ട് പോവുകയാണ്. ഇവരിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് പോവുകയാണ്. വീഡിയോ കുളമായൊന്നും പറയില്ല. ഇന്ന് ജിബിയാണ് വീഡിയോ എടുക്കുക. അല്ല, ജിബിയെ ഇന്ന് പഠിക്കുക ക്യാമറ എടുക്കാനും പറയാനും. അപ്പോൾ നമുക്ക് ഇന്ന് ട്രെയിനിങ് പീരീഡാണ്. ജിബിയെ കണ്ടിന്യൂ അവരവിടെ പോയേക്കാണ് കാഴ്ച. ജിബിയെ വാ വന്നാൽ പൊട്ടത്തരേ വളർത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഓർമ്മ മിണ്ടായിരിക്കണം. അവളങ്ങനെയൊക്കെ പറയാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് പിന്നെയും വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ എസ്കലേറ്ററിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ദിവ്യയുടെ ചാട്ടം ഇപ്പോൾ കാണണം ഗൈസ്. ദിവ്യ ശരിക്കും ഇങ്ങനെ ഇതാടുന്നത് കാണിക്കാൻ വേണ്ടി ചടിയത്. ശരിക്കും ഇങ്ങനെ ചാടുന്നു. പേടിച്ചിട്ടൊന്നുമല്ല, ചിന്ന ഹോൾ കളിക്കുന്ന. നമുക്കൊന്നും കയറാൻ പറ്റില്ല ഗൈസ്. ഇവിടെ ഫുഡ് കോർട്ടാണ്.
ഇതല്ലേ ഇപ്പൊ ഏറ്റവും കഴിക്കുന്ന എടുക്കാതെ അവരവർക്ക് വായി നോക്കി അന്നേരം എപ്പോൾ എഴുന്നിട്ട് അല്ലേ ഇതല്ലേ മൂന്നല്ലേ ഉള്ളൂ ഇതല്ലേ ലാസ്റ്റ് നില ആ അപ്പോൾ 3 നിലയുള്ള അതിൽ 3ാമത്തെ നിലയിലാണ് ആണോ ഞാൻ കയറി പറഞ്ഞു അപ്പോൾ 4 നിലയുള്ളൂ നമ്മൾ 4ാമത്തെ നിലയിലാണ് കയറിയിരിക്കുന്നത് ഉള്ളു താഴെ വരെ എന്നിട്ട് ഇപ്പോൾ സൈഡ് വന്നപ്പോൾ 4ാമത് കയറി അതെ ഗായ്സ് നമുക്ക് വട്ടാണ് എത്രയും നിലയുണ്ട് അതിൻ്റെ ഏറ്റവും വെണ്ടക്കത്തെ നിലയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പം നമ്മളിവിടെ എല്ലാം കണ്ട് മേളിയും താഴോട്ട് നമുക്ക് പണ്ട് എല്ലാ വീട്ടിൽ നിന്നൊക്കെ ആയിരുന്നു നമ്മൾ മേളിയും താഴോട്ടാണ് പോകുന്നത് അപ്പോൾ കണ്ടോ 3 ആണെന്ന് തോന്നുന്നു കേട്ടോ. ഗായ്സ് ഞങ്ങൾ എല്ലാ വീഡിയോയും പിറ്റേഴ്സാണ് ഇടുന്നത് ഡേ 1 ആദ്യത്തെ 1 ദിവസത്തെ വീഡിയോ ഞാൻ പിറ്റേഴ്സിട്ടായിരുന്നു ഡേ 1 വീഡിയോ ഇടാൻ നേരത്താണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ എന്തോ പ്രശ്നം നമ്മൾ എഡിറ്റ് ചെയ്തില്ല ഇവിടെ എഡിറ്റ് ഞാൻ പറയാം ഗായ്സ് നിങ്ങൾ ഓർക്കണം അന്ന് എയർപോർട്ടിൽ നിന്ന് വന്ന ആദ്യത്തെ ദിവസം അന്ന് രാത്രി തന്നെ അന്നത്തെ പകുതി എഡിറ്റ് ചെയ്ത് വെച്ചു. പിറ്റേ ദിവസം രാവിലെ ബാക്കി കുറച്ച് എഡിറ്റ് ചെയ്തു അങ്ങനെ ഇട്ടാന്ന്. പിന്നെ മ്യൂസിയത്തിൻ്റെ പോയ അന്ന് അതായത് ആദ്യത്തെ ദിവസം മ്യൂസിയത്തിലൊക്കെ പോയത് അന്ന് രാത്രി എപ്പോഴാണ് വന്നത് 9:10 മണി 10:30 വീട്ടിൽ വന്നപ്പോൾ കാരണം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അതൊക്കെ പോട്ടെ എങ്ങനെ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി ഉറങ്ങി വന്ന ഉടനെ കിടന്നു ഉറങ്ങി കാശ് ആരെങ്കിലും കൂട്ടുവേണ്ടേ ഇപ്പോഴും കിടന്നു ഉറങ്ങി എല്ലാവരും സത്യം പറഞ്ഞ ഉറങ്ങി അത്രേ ഉള്ളൂ എല്ലാവരും സത്യം പറഞ്ഞാൽ ഉറങ്ങി കഴിഞ്ഞ് ഞാൻ പറയാം ബാക്കി എന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് തുറക്കം വന്ന് ഞങ്ങൾ 2 ദിവസം അവന് ഉറങ്ങിപ്പോയി അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ എഡിറ്റ് അവളെ കൊണ്ട് ഇവൾ ഉറങ്ങാതിരിക്കാൻ എഡിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കുത്തിയിരുന്ന് മൊത്തം എഡിറ്റ് ചെയ്യിപ്പിച്ച് ഇട്ടിട്ടുണ്ട് ആ ഒരു ദുബായിലെ ഫസ്റ്റ് ഡേ മാത്രമേ ഇട്ടുള്ളൂ. സെക്കൻഡ് ഡേ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചേ വീട്ടില്ല ഇടാൻ അത് ഇന്നിടാൻ വേണ്ടി അതല്ലേ ഇന്നിടാൻ വേണ്ടി അത് ഇന്നിടും ഗായ്സ്. അപ്പം നമ്മൾ എക്സ്പ്ലോർ പിന്നെയും കയറുകയാണ്. അവൾ ഇറങ്ങി, ചേച്ചി ഇറങ്ങി, ഇനി ഞാനിപ്പോൾ ഇറങ്ങി. ദിവ്യയുടെ ചാട്ടം ഒന്നര ചാട്ടമാണ് നമുക്ക് ചുമ്മാ തുണിക്കടലിലൊക്കെ കയറിയിട്ട് അതെ ചുമ്മാ കയറുകയാണ് ചുമ്മാ രസം ഒന്നും എടുക്കുന്നില്ല എന്നാലും ഇവിടെ പൈസ കുറവാ എന്നാലും ഞങ്ങൾക്ക് എല്ലാം ഉണ്ട് അതുകൊണ്ട് അന്ന് ഇവിടെ പൈസ കുറവാ എന്നാലും ഞങ്ങൾ ചുമ്മാ കയറുകയാണ് കാരണം ഞങ്ങൾക്ക് എല്ലാം ഉണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ വേണം എടുത്തോളാം പറഞ്ഞു നമ്മൾ പറ്റിയൊന്നും ഇതെല്ലാം കണ്ട് നമ്മളതിന് തലറിങ്ങി വീഴും ഇത് പറ്റിയ ഡ്രസ്സല്ലേ ഇതിനെടുക്കാം ഇതാ ബേബി പറ്റിയത് അതിനകത്തൊന്നും ഇല്ല ഇത് നിനക്ക് പറ്റിയത് ഇത് പക്ഷെ കാണാൻ രസമുണ്ട് ഇവിടുത്തെ ഒന്നും രസമില്ല എനിക്ക് ഇഷ്ടമില്ല കട്ടിയില്ല ഒന്നിനും ഓക്കെ അയ്യോ കഷ്ടം അപ്പം ഇനി നമ്മൾ വെളിയിൽ അതായത് അടുത്ത ഷോപ്പിൽ കയറുമ്പോൾ അടുത്ത് നമുക്ക് എടുക്കാം ഇവിടെ ചെരുപ്പുണ്ട് കേട്ടോ ഷൂ ഷോ 49 ദറംസേ ഉള്ളെന്ന് തോന്നുന്നു അയ്യേ കൊള്ളൂല അല്ല ഇതിൻ്റെയൊക്കെ വൈറ്റ് വേണം അതാ രസം അല്ല ഇത് വാങ്ങിച്ചത് അത് കൊണ്ടില്ല കൊടുക്കത്തെ ഹീല പക്ഷേ ഇച്ചിരി ഹീല് വേണം അതാ രസം ഷൂ കൊള്ളാം
ചിത്രയിലെ വൈറ്റ് അടി കിടക്കുന്നതൊക്കെ കൊള്ളും. വൈറ്റ് അച്ചോടെ രസം ഇതൊക്കെ ചെയ്യും. ഇത് രസമുണ്ട്, ഇത് കൊള്ളത്തില്ല. നമ്മൾ രസമുണ്ട് രസമില്ലെന്ന് മാത്രമേ പറയത്തുള്ളൂ, വേറൊന്നും പറയത്തില്ല. ഒടുക്കത്തെ വിലയാണ്. ഞാൻ പലരും ചെരുപ്പിനൊക്കെ ഒടുക്കത്തെ വിലയാണ്, പക്ഷെ ഡ്രസ്സിന് ശാമ്പുവിൻ്റെ കാലത്തേക്ക് ഇത് രസമുണ്ട് കാണാൻ. അതല്ല, അയ്യോ കൊള്ളാം എന്നാ പറഞ്ഞ, ഞാൻ പിടിച്ചൊന്നും പറഞ്ഞില്ല. ഇത് ജിബിയമ്മയുടെ സെലക്ഷൻ പക്ഷേ ഇത് വീട്ടിലിടാൻ കൊള്ളാം, നല്ല സോഫ്റ്റാ. തൊട്ട് സോഫ്റ്റ് അല്ലേ? ഇപ്പം അതിനകത്ത് കൈ എടുക്കാൻ തോന്നില്ലല്ലേ? വാ പോവാ. അമ്മ എന്തി എവിടെയെങ്കിലും കാണോ? അപ്പം നമുക്കിനി വെളിയിലത്തെ ഷോപ്പിൽ കയറുമ്പോൾ വീഡിയോ എടുക്കാം. ആ ജ്വല്ലറീസ് ആണ്. റോസ് ടൈക്കിൻ്റെ ആർക്കൊരു മുടക്കാൻ വേണം. എംറൈസ് NPD എന്താണിത്? നമുക്കുള്ളത്. ചേച്ചിക്കുള്ളത് കിട്ടി, കണ്ണാട. മണിയുണ്ടോ? മണിയാ. താങ്ക് യു ഫോർ വിസിറ്റിംഗ്. ചുമ്മാ വിസിറ്റ് ചെയ്ത് അവർക്ക് അങ്ങനെ മനസ്സിലായി. ഉർജുമാന്റെ വെളിയില് കടയിലോട്ട് കയറി ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ്, കാണാൻ പോവുകയാണ്. അവൾ എൻ്റെ പറച്ചിൽ കേട്ടിട്ട് കണ്ട അവളുടെ മുഖം കണ്ടോ ഗായ്സ്? അതുണ്ട്. എവിടേക്കോ പോകുന്നൊക്കെ പറയുന്നു. നമ്മളതൊക്കെ പണിയൊന്നുമില്ല. അതെ, അവളെ വീഡിയോ എടുക്കാൻ പഠിപ്പിക്കുന്നു. പോകുന്ന പോക്ക് കണ്ടോ? ഇത്ര സ്പീഡിലൊക്കെ വണ്ടി പോകാൻ പാടുണ്ടോ? ലൈഫ് എന്നല്ലേ ലൈഫ് എന്നാണ് എഴുതിയേക്കുന്നേ. എനിക്ക് കണ്ണ് കാണാം, നിനക്ക് കണ്ണ് കാണാത്ത എൻ്റെ കുറ്റമല്ലല്ലോ. അതുകൊണ്ട് അവളും എന്നെ ഇട്ടിട്ട് പോയി. എന്നിട്ട് അവർ പോകുന്നുണ്ടോ? ഒത്തൊരുമിച്ചാണ് പോകുന്നത്. ചുമ്മാ പറയല്ലേ, ഇവരാണ് ചൂരി നിൽക്കുമ്പോ അവിടെ. പപ്പ തൊഴുകൊണ്ട് പോന്ന്. അപ്പം ഞാനില്ല ഇസ്ലാമിക് ബാങ്ക്. ഇതുപോലെ നിപ്പിയായിക്ക് പോയാലും വാഴ വെച്ചാൽ മതി. കുറേ തുണിയുണ്ട്. എന്തുവാടി നിനക്കൊരു പുഞ്ഞം? അതൊക്കെ എല്ലാം മറ്റാണ്, നിങ്ങളൊന്നും വിചാരിക്കണ്ട. അടുത്തെവിടെയെങ്കിലും കയറുമ്പോൾ കാണിക്കാൻ കാശ്. നമ്മളിപ്പോൾ ഈ കടയുടെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ഈ കടയിൽ പിന്നീസ് പറഞ്ഞ കടയുടെ ഫ്രണ്ടിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുകയാണ്. ആ കുഞ്ഞിനെ കണ്ടത് നല്ല രസമില്ലേ? ഡേ ടു ഡേ ആണിത്. നമ്മൾ കയറാൻ തുടങ്ങുകയാണ്. പിന്നെ അപ്പോൾ ഗായ്സ് നമ്മൾ അതെടുക്കാൻ പോവുകയാണ്. എടിതോ ഒന്നിനും കണ്ണ് കാണത്തില്ല, കഷ്ടം. ഇവിടെ മറ്റേ പ്ലേറ്റാണ്. നമ്മൾ എന്തോ മേടിക്കാൻ, എന്തൊക്കെയോ ചെറുതായിട്ട് എന്തൊക്കെയോ മേടിക്കാനുണ്ടെന്ന്. അപ്പോൾ നമ്മൾ എന്തൊക്കെയോ മേടിക്കാൻ പോവുകയാണ്. അതൊരുളോ ഇല്ല. താഴെ കണ്ടോ എന്തൊക്കെയോ
നിങ്ങൾ ഉരുട്ടിയേക്കാ വാ, ഞാൻ പോവാം. അവരെന്ത് ബ്രഷൊക്കെയാണ് അതിൻ്റെ. ഇവിടെ മൈലാഞ്ചി കുറേ ഉണ്ട് കാശ്, പക്ഷെ നമ്മൾ മേടിക്കുന്നില്ല കാരണം നമ്മുടെ വീട്ടിലിടാൻ സമ്മതിക്കൂല. ഇതെന്തോ ഇത് നടുക്കത്തെ കൊള്ളാം. അയ്യ ഇത് കൊള്ളത്തില്ല, ഇത് ഓറഞ്ചിൻ്റെ ലെമണിൻ്റെ ഇതാ രസം. ഇത് മതി, ഇത് മതി. ഇത് ലാവണ്ടറോ? മൂന്നെണ്ണം വലിയൊരു പാറ്റാ ഗുളിക, വേറെ ഒന്നുമില്ല. നമ്മളതിന് ഇംഗ്ലീഷൊന്നും മാറ്റുന്നില്ല. ഡൈയുടെ പാത്രം ഉണ്ട്, അമ്മ വേണോ? എടി ഇതൊന്നും വേണ്ടല്ലോ. പക്ഷേ ചിലപ്പോ കയ്യിലിട്ടാൽ ചിലപ്പോ വേറെ എന്തെങ്കിലും നമുക്ക് സംഭവിക്കും. എടി അതിന്റെ എയർ ഫ്രഷന്റെ വേറെ ഉണ്ടോ നോക്കിട്ട് വരാവേ. കിഷൊക്കെ ഉണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുഞ്ഞത്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ പോൺസിൻ്റെ ക്രീമൊക്കെയാണ്. എന്തിനുണ്ട് നോക്കട്ടെ. ഗ്ലാസ്സിലൊക്കെയാണ് കാശ്. നമ്മുടെ വീട്ടിൽ കുറേ ഉണ്ട്. അവരെടുത്തൊന്നൊക്കെ പോയി നോക്കിയിട്ട് വരട്ടെ എന്തെങ്കിലും വേറെ ഞാൻ കാണാത്ത. ഒരു വാസിന് എടുത്തിട്ടുണ്ട്. ഓഫറുകളുണ്ട്. റോസ് എടുക്കണം ഡെയിലി 12 എടുക്കുന്നുണ്ടോ? ഇതാ രസം, ഇതാ നല്ലത്. ഇത് രണ്ടും ഒന്നാണ്, അത് രണ്ടും ഫ്ലേവർ വരാം. പ്ലേറ്റ് ആണ്. കുറച്ച് ഷോപ്പിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതോ ഒന്നും വേണ്ട. ഗ്ലാസൊക്കെ സെക്ഷനാണ്. നമ്മളിപ്പോൾ കുറേ എടുത്തു. ഇനി കൂടുതൽ നോക്കുന്ന ഫിഷ് കട്ടറാണ് ഗായ്സ്. അതൊന്നുമല്ല, അത് ബീറ്റ് ചെയ്യുന്നത്. കേക്ക് എല്ലാം ഉണ്ട്. പാലെന്തായാലും എല്ലാം ബീറ്റ് ചെയ്യുന്നത്. ഇതുവരെ ബട്ടണെ പിടിച്ചിട്ടേക്കണം, കറങ്ങിപ്പോ. അതിനെത്ര? 4 രൂപ. അപ്പം അത് വേണ്ട, 4 ദിവസങ്ങൾ പോയി പോകുന്നതാണ് പറഞ്ഞ്. ഫിഷ് കട്ടറല്ലേ? അല്ല, എന്തത്? അതെ, സമയത്തിലുള്ള പ്ലേറ്റൊക്കെ. ഇത് മതിയായിക്കോളൂ പ്ലേറ്റ്. ഇതാ മറ്റേ വെള്ളം നമ്മളിവിടെ വന്നിങ്ങനെയൊക്കെയാണ്. അബി ഇനി പർച്ചേസിങ്ങിന് ഇറങ്ങിയേക്കോണ് ഗൈസ്. നോക്കിയേ നമ്മളപ്പോൾ ഒരു ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പം ഇവിടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ബീച്ചിലോട്ട് പോവാണ് ഗൈസ്.
കയറിയെടുത്ത് അവിടെ അപ്പൊ ഗായ്സ് ഏതോ ഒരു ബീച്ച് പിന്നെ പറയാം, ഏതോ ഒരു ബീച്ച്. ഇപ്പം നമ്മൾ അങ്ങോട്ട് വന്നേക്കാണ്. നല്ല കാറ്റ്. അപ്പോൾ അതാണ്ട് പോകുന്നു. ഞങ്ങൾ അങ്ങോട്ട് ദൂരെ അവിടെ ചെല്ലുമ്പോൾ ഒരു കാര്യം കാണിക്കാം. നല്ല കാറ്റ്. എന്നാൽ പിന്നെ നീ ഇവിടെ കിടന്നല്ല. പിന്നെ ബസ്സിനെ കാണാൻ നല്ല ക്യൂട്ടാണ്. അയ്യോ എന്തോ ലൈറ്റ് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവിടെ മൊത്തം ലൈറ്റാണ് ഗായ്സ്. ഈ പനയുടെ മാറിയ നോട്ടീസ് നന്നായിട്ട് കാണാം. നല്ല മണലാണ്. ആൾ ഓടുന്നുണ്ടോ ഓർക്കും. ഇത് കണ്ട ഗായ്സ്, ജുമേര ബീച്ചാണ് ഗൈസ്. അതെ അതെ, ജുമാര ബീച്ച്. ജുമേര എന്തായാലും ആയിക്കോട്ടെ. അമ്മേ ഇത് നടക്കാൻ പറ്റില്ല, മൊത്തം മണ്ണാണ്. എന്നെ ഒന്ന് പിടിച്ച്. നിന്നെ പിടിക്കണം, ഞാൻ നിന്നെ പിടിക്കണം. ഇത് താന്നാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്നെ ഒന്ന് പിടിച്ച്. നിന്നെ പിടിക്കണം, ഞാൻ നിന്നെ പിടിക്കണം. ഇത് താന്നാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതുണ്ട് കുറേ ആൾക്കാരെ 40. നമ്മളാദ്യമായിട്ട് പിച്ച് നോക്കുന്നു. നിന്നെ പിടിക്കാൻ അപ്പോഴെ കാര്യത്തിലോട്ട് എന്തായാലും പക്ഷേ ഇവിടെ എങ്ങും കടലില്ലല്ലോ. എടി പിന്നെ അത് പിന്നെ എന്തുവാ? ഇതല്ല നമ്മൾ ദുബായിൽ നിന്ന് കാണിക്കുമ്പോൾ എവിടെ കണ്ടാലും കാണിക്കുന്ന ഒരു പടം. ആ ഒരു ബിൽഡിങ്ങിൻ്റെ പടമാണ് കാണിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ പക്ഷേ ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ ഈ ബാക്കിലുള്ള ലൈറ്റ് ഉണ്ടോ? ഈ ഫ്രണ്ട് ഇരിക്കുന്നവരുടെ അമ്മേ ഈ പൊടിയെല്ലാം കൂടെ പറന്നു വരുന്ന ഒരവസ്ഥ ഒന്ന് അറിയിച്ചു. അതാണ് ബീച്ച്, മനസ്സിലായോ? നാളെ നമ്മൾ ഡെസേർട്ട് സവാരിക്കാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ മണലിൽ നടക്കണം. അതിനുള്ള പ്രാക്ടീസിലാണ് നമ്മൾ. നാളെ അതിന് വണ്ടി പോകുന്നത്. അല്ല ഒന്ന് പിടിച്ചടി. ഇവള് ക്യാമറ പിടിക്കത്തില്ല. നല്ല കാറ്റ്. അമ്മേ നടക്കുന്നു. അല്ല സത്യം പറഞ്ഞേ, എനിക്ക് നല്ലോണം നടക്കുന്നുണ്ട്. നല്ല കാറ്റ്. അതുകൊണ്ട് നീല കളറിലെ കടല്. അല്ല നമ്മളതിന് പിന്നെ റെഡ് കളറായിരുന്നു ആണെന്ന്. അല്ല അങ്ങനെയല്ല. പക്ഷെ രാത്രി വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു കളറിലെ കടല് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം കടലിൻ്റെ വായിക്കത്തെ പൊടി കയറി. വലിയ കാറ്റൊന്നുമില്ല. കാറ്റില്ലേ? കാറ്റുണ്ട്. പൊടി ഇങ്ങനെ പറന്ന് വരുന്നില്ല. ഒന്നുമില്ല, അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള രഹസ്യങ്ങളാണ്. ഞങ്ങൾ തമ്മിൽ പരിചയം തോന്നുന്നില്ല. ഷെയ്ക്കാക്കാതെ മര്യാദയ്ക്ക് കിടക്കും. അതേ പൂഴി മണലിൽ കൂടെ നടക്കും. വെള്ളത്തിലോട്ട് ഇറങ്ങണ്ട, ഷൂവും സോക്സും. അതെ. ചീഴി കണ്ടോ? അത് ഞങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുവാ. പൊളി ബീച്ച്. ബീച്ചയുടെ കായ്സ് ഒടുക്കത്തെ കാറ്റാണ്. നമ്മൾ കുറേ ഷെല്ലൊക്കെ പറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടു, എൻ്റെ ഉണ്ട്. ഈ കടൽ വരുമ്പോൾ നമുക്ക് ബാക്കിലോട്ട് പോവാം. പക്ഷേ അത് വരുന്നില്ല.
സൈഡിൽ കാണുമായിരിക്കും. വിളക്ക് അവിടെ കക്ക എന്തൊക്കെ ഉണ്ട്. ആ വിളക്കകത്ത് പോവല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ബീച്ചിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മൾ ഇവിടുന്ന് നേരെ പോവാണ് കാര്യം. അപ്പം നമ്മളിനിയും കാറിൽ കയറി നേരെ എവിടെയെങ്കിലും കഴിക്കാൻ പോയി. എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങുന്നു. അല്ല വേറെ പണിയൊന്നുമില്ല. പിന്നെ കുളിയുണ്ട്, ശരിയൊക്കെ ഉണ്ട്, എനിക്കുണ്ട് ഭാഗ്യം. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.